ഇങ്ങനെ പിന്നെങ്ങനെ ട്രംപ് ജയിച്ചു. അതിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് അമേരിക്കയിലെ ആണുങ്ങളാണ്. നമസ്കാരം. ഇങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ സ്വാഗതം. തമാശ പറയല്ല, ഇവിടെ ഒരു പുതിയ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് 4B മൂവ്മെന്റ് എന്നാണ്. എന്താണ് ഈ 4B മൂവ്മെന്റ്? 2010 അന്ന് കൊണ്ട് കൊറിയയിലെ സ്ത്രീകൾ സ്റ്റാർട്ട് ചെയ്തൊരു മൂവ്മെന്റ് ആണത്. അത് കൊറിയൻ ഭാഷയിൽ നോന്റെ ഈക്വലന്റ് ആയ വേർഡ് ബി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 4 നോ അല്ലെങ്കിൽ 4B എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്താണ് ഈ 4 നോ? നോ ഡേറ്റിംഗ്, നോ സെക്സ്, നോ മാരേജ്, നോ ചിൽഡ്രൻ. ഈ മൂവ്മെന്റ് ഇപ്പൊ അമേരിക്കയിലെ ഡെമോക്രാറ്റ് പാർട്ടിയിലെ സ്ത്രീകൾ ഏറ്റെടുത്തിരിക്കുന്നു. അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആണുങ്ങളാണ് ട്രംപിന് വോട്ട് ചെയ്തത്, അതുകൊണ്ട് ഇനി ആണുങ്ങളെ ശിക്ഷിക്കാനായിട്ട് അവർക്ക് നോ ഡേറ്റിംഗ്, നോ സെക്സ്, നോ മാരേജ്, നോ ചിൽഡ്രൻ അടുത്ത 4 കൊല്ലത്തേക്ക്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. In the wake of Donald Trump's historic win, there's a new movement sweeping America. Disappointed women are actually swearing off men. There's no way I am letting any man near me for the next few years. They're saying no to dating, no to marriage, no to sex, and no to having children. Like so many other women in America who have been considering trying to get pregnant, I woke up today and said, nope. Not anymore. This woman is actually shaving her head in protest. This election, if he voted for that man, you need to leave him. You need to leave him. I'm sorry. Funny enough, I actually just broke up with my boyfriend. Me and my girlies are participating in the 4B movement. No more kitty cat for moderate men. No attention to men. Delete block. Do not respond to them. അവർക്ക് വട്ടായി പോയിന്ന തോന്നുന്നില്ല, ശരിയാണ്. അതിന് ഞാൻ കാരണം പറഞ്ഞുതരാം. ഇവർ എന്തുകൊണ്ടത് ചെയ്യുന്നത്? ആദ്യം തന്നെ ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയത്ത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രൊപ്പഗൻഡ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രംപ് വന്നാൽ അബോർഷൻ ബാൻ ചെയ്യുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല എന്ന്. പക്ഷേ ഈ വിവരമില്ലാത്ത സ്ത്രീകൾ അത് വിശ്വസിച്ചിട്ടാണ് ഈ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളൊരു കാര്യം അറിയും, അമേരിക്ക ഭയങ്കര പോളറൈസ്ഡ് ആണ്. ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ത്രീകൾ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ആണുങ്ങളെ മാത്രമേ ഡേറ്റ് ചെയ്യുള്ളൂ. അതേമാതിരി റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സ്ത്രീകൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ആണുങ്ങൾ മാത്രമേ ഡേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അവര് ഡേറ്റ് ചെയ്യുന്നതും കല്യാണം കഴിക്കുന്നതും സെയിം പാർട്ടിയിലെ ആൾക്കാരെയാണ്. അപ്പോ ഈ മൂവ്മെന്റ് കൊണ്ട് ആർക്കാ ബുദ്ധിമുട്ട് വരാൻ പോകുന്നത്? ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ട്രംപിനെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത ആണുങ്ങൾക്കാണ് ഈ ബുദ്ധിമുട്ട് വരാൻ പോകുന്നത്. അപ്പോ ഇവർ ഈ നോ ഡേറ്റിംഗ്, നോ സെക്സ്, നോ മാരേജ്, നോ ചിൽഡ്രൻ എന്ന് പറയുന്ന ആരോടാണ്? അവരുടെ പാർട്ടിയിലെ ആണുങ്ങളോടാണ്. ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? ട്രംപിനെ തോൽപ്പിക്കാൻ വേണ്ടി പരമാവധി പണിയെടുത്ത ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ആണുങ്ങൾക്കാണ് ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത്. റിപ്പബ്ലിക്കൻസിന് യാതൊരു പ്രോബ്ലം ഇല്ല. ആലോചിച്ച് നോക്കൂ. അപ്പൊ ട്രംപിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആണുങ്ങൾക്ക് ഇനി തൊട്ട് കട്ടപ്പുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ട്രംപ് വന്നാൽ ഇന്ത്യക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണ് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമസ്കാരം.